ഈ ഇതിൽ പറഞ്ഞവരെല്ലാം 1984 മുതൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതാണ്. ഓക്കെ. 84 മുതൽ 1984 അന്ന് BJP പിന്നെ ജനിച്ചിട്ട് അധികം നാളായില്ല, 4 വർഷമേ ആയുള്ളൂ. അന്ന് മുതലേ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവരാണ് ഈ പറയുന്ന ഡബിളിംഗ് ഒക്കെ ഉള്ളവർ. അപ്പോൾ ഇതൊന്നും അന്ന് കറക്റ്റ് ചെയ്യാത്തത്? അന്ന് മുതലേ ഇതൊന്നും കറക്റ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് SIR വേണമെന്ന് ഇപ്പം നിഷ്കർഷിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലേക്ക് ഇരട്ട വോട്ട് ചോരിയൊക്കെ ആരോപിക്കുന്നവർ ഈ SIRനെ എതിർക്കുകയാണ്. അതെ, അതാണ് അതിൻ്റെ ഇരട്ടത്താപ്പ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഒരു കഥ പറഞ്ഞു. അതായത് 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 4,10,00,000 ആധാർ കാർഡുകൾ പോയിരിക്കുന്നു. അതെങ്ങനെയാണ്? അത് കണക്ക് വെച്ചാൽ 60 ലക്ഷം, 3.5 കോടി എന്ന് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ എല്ലാം കൂട്ടിയാൽ പോലും 60 ലക്ഷം ആധാർ കാർഡുകൾ ഇവിടെ അധികമായിട്ട് കിടന്ന് ഓടുന്നുണ്ട്. ഇതെല്ലാം വോട്ടാണ്. അപ്പോൾ ഇത് SIRൽ കണക്ക് നോക്കുമ്പം ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാണ്. നിങ്ങളൊരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളാരാണ്, പേരെന്താണ്, പഴയ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് കാണും. അതിന് ശേഷം താഴെ ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബ്ലഡ് റിലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് സാധാരണ ആൾക്ക് ഒരു പ്രശ്നം വരില്ല. പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് വന്നവനാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം വരും. മുഹമ്മദ് യൂനസ് എന്നാണ് ബാപ്പാൻ്റെ പേര്. ബാപ്പ താമസിക്കുന്നത് ഡാക്കയിലാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് വോട്ട് കിട്ടില്ല. അല്ലാതെ ഇവിടെയുള്ള മുഹമ്മദ് യൂനസാണ്, അപ്പുറത്താണ് ബാപ്പ താമസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീട് ഇതാണ്, അല്ലെങ്കിൽ ഇവിടെയല്ല അദ്ദേഹം തമിഴ്നാട്ടിലാണ് താമസം, ഇന്നതാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലാതെ ഉള്ളവർക്ക് പ്രശ്നമാകും. അല്ലാതെ ബോധപൂർവം വോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒഴിവാക്കിയാൽ ഇവിടെ വലിയ വിപ്ലവം ഉണ്ടാവില്ലേ?